മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു. ഗോപാലകൃഷ്ണൻ IASനെതിരെ DGPക്ക് പരാതി നൽകി കോൺഗ്രസ്. ഇതൊരു വലിയ വാർത്തയൊന്നുമല്ല, പക്ഷേ ഇതിനെപ്പറ്റി പറയണമെന്ന് തോന്നി. വാസ്തവത്തിൽ എന്താണെന്നറിയാമോ, നമ്മുടെ നാട്ടിൽ ഭയങ്കര ഒരു മതസ്പർദ്ധത ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറഞ്ഞ ഒരു കാര്യം. ഒരു IAS ഉദ്യോഗസ്ഥൻ, ചെറിയ എഡ്യൂക്കേഷനൊന്നും അല്ലല്ലോ അത്, അത്യാവശ്യം നല്ല GK വേണം, നല്ല കഷ്ടപ്പാടുണ്ടെങ്കിൽ മാത്രമേ IAS എന്ന് പറയുന്ന ഒരു സംഗതി കയ്യിലേക്ക് കിട്ടുകയുള്ളൂ. അത്രയും പരന്ന വായനകൾ വേണം, എന്തെല്ലാം പെർഫോമൻസ്, എന്തെല്ലാം കടമ്പകൾ കടന്നിട്ടാണ് ഒരാൾക്ക് IAS കിട്ടുക എന്നറിയാമോ. അത്രയും ബോധമുള്ള ഒരാൾക്ക് പോലും നമ്മൾ ഹിന്ദുക്കൾ, നമുക്കൊരു സെപ്പറേഷൻ വേണം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം. അതിപ്പോൾ ഹിന്ദു എന്നല്ല കേട്ടോ, ഏത് വിഭാഗമായിരുന്നാലും അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ പുള്ളി ഉണ്ടാക്കാൻ ശ്രമിച്ച ഇത് മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പം സസ്പെൻഷൻ ഓൾറെഡി ആയിട്ടുണ്ട്, സർക്കാർ സസ്പെൻഡ് ചെയ്തു. അത് ആവശ്യമായൊരു കാര്യമാണ്, അതൊക്കെ തോന്നിവാസമാണ്. കാരണം എന്തുകൊണ്ട് ഈ അധികാരത്തിലിരിക്കുന്നവർ ഒരു പ്രത്യേക വിഭാഗത്തിനെ ആക്കി കേന്ദ്രീകരിക്കരുതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പോലീസ് അധികാരികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവർ പലരും ജീപ്പിനെ പൂജിക്കുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ അട്ടർ നോൺസെൻസ്, അത് അനുവദിക്കാൻ ഒക്കത്തില്ല. അത് അവരുടെ വിശ്വാസമല്ലെന്ന്, അത് അവർ വിശ്വാസം വീട്ടി വെച്ചേക്കണം. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സർക്കാർ സ്ഥാപനങ്ങളെ ഒരു രീതിയിലുള്ള മതവൽക്കരണത്തിനും ഏർപ്പാടാക്കരുത്. കാരണം അത് മതമല്ലത്, അവിടെ മതബോധം വാലിഡേ അല്ല, മതബോധത്തിന് അവിടെ യാതൊരു വാല്യൂമില്ല. എല്ലാ മതവിഭാഗത്തിലുള്ളവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത്. സർക്കാർ തലങ്ങളിലുള്ള എല്ലാ ഓഫീസുകളും, ഇപ്പോൾ ഏത് ഓഫീസിൽ ചെന്നാലും അവിടെ എല്ലാ വിഭാഗക്കാരുടെയും ഓഫീസല്ലേ അത്. സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടേതല്ലേ. അപ്പോൾ ആ ജനങ്ങളിൽ എല്ലാ വിഭാഗക്കാരും വരും. അവർ ഒരു പ്രത്യേക തരം കമ്മ്യൂണിറ്റിയെ എൻലാർജ് ചെയ്തുകൊണ്ട്, ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്ന തീർത്തും അപലപനീയമാണ്. മുമ്പ് ഇതുപോലെ ഈ ചെന്നിത്തല ഇരുന്ന സമയത്ത് ഇതേപോലെ ഒരു സംഗതി RSSകാർ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പേരൊന്നും ചോദിക്കേണ്ട, പക്ഷേ വെളിയിൽ വന്ന പേര് പച്ച വെളിച്ചം എന്നതായിരുന്നു. എന്തായിരുന്നു അറിയോ, പച്ച വെളിച്ചം വാട്സപ്പ് കൂട്ടായ്മ, അത് ഇസ്ലാമിയരുടെ ആയിരുന്നു. അത് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ഭൂകമ്പമായിരുന്നു. കണ്ടോ അവരുടെ യൂണിറ്റി കണ്ടോ, അവർ ജിഹാദികളെല്ലാം കൂടെ ചേർന്ന് അവർ ഗ്രൂപ്പ് ഉണ്ടാക്കി, അവർ ആനയുണ്ടാക്കി, ചേനയുണ്ടാക്കി, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാസ്തവത്തിൽ പച്ച വെളിച്ചം എന്ന ഒരു ഇത് കൊണ്ടുവരാനുള്ള കാരണം തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചുവപ്പ് വെളിച്ചം കൊണ്ടുവന്നുകൊണ്ടാണ്. RSSകാരന്മാരെല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് വേണ്ടി ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിനകത്ത് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. ഇതിനകത്ത് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് പേര് ചേർന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കി അതിനകത്ത് സംസാരിക്കുന്നത് പോലെയല്ല ഗവൺമെൻറ് ഉദ്യോഗത്തിലിരിക്കുന്ന കുറേ പേര് ചേർന്നിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. അത് പ്രത്യേകിച്ച് പോലീസ് സംവിധാനങ്ങൾ, അധികാരത്തിലിരിക്കുന്ന ഇപ്പോൾ IAS ഉദ്യോഗസ്ഥൻ, ലെവലിലുള്ളവരൊക്കെ ഇങ്ങനൊരു വിഭാഗീയത ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് തീവ്രമായ തെറ്റാണ്. അതെന്ന് വെച്ചാൽ അതിലേക്ക് വരുന്നവർക്കെല്ലാം പിന്നെ ഹിന്ദു ആണെങ്കിൽ അവർ കൺസേൺ ചെയ്യും, മറ്റവരവരെ അത്ര കൺസേൺ ചെയ്യത്തില്ല എന്ന് സൂചനകൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ സ്പർദ്ധത അതിഭീകരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭാഗീയതകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫെലോ ഇത് ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ്, ഇതിൻ്റെയൊക്കെ വിളവുകൾ നമ്മുടെ വരും തലമുറയാണ് അനുഭവിക്കാൻ പോകുന്നത്. എതിർക്കപ്പെടേണ്ടത് എതിർക്കുക തന്നെ വേണം. ഏതായാലും കോൺഗ്രസ്സുകാരാണ് ഇതിനെതിരെ നിലകൊണ്ടത്, അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യമായിരുന്നു, നല്ല അക്സെപ്റ്റൻസ് ഉള്ളൊരു കാര്യം. അതേപോലെ സർക്കാർ തലങ്ങളിൽ നിന്ന് സസ്പെൻഷനും അതിനെ ക്വസ്റ്റ്യനിങ് ചെയ്തുകൊണ്ടുള്ള കേസ് എടുക്കലും ഒക്കെ അതും അക്സെപ്റ്റബിൾ ആയ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരുപാട് അങ്ങ് പ്രതീക്ഷിക്കാനും പോകണ്ട. കാരണം ഇത് എന്താ പറയുക, ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യത്തിനാണെങ്കിൽ യൂണിറ്റി ഈസ് ഗുഡ്. ബട്ട് അത് മറ്റൊരു വിഭാഗത്തിനെ അടിച്ചമർത്താനും ഒതുക്കാനുമാണ് എങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഹിന്ദുക്കൾക്ക് കൂടണ്ടേ, യൂണിറ്റി വേണമെന്നൊക്കെ പറയുന്ന നിങ്ങൾ തന്നെ ഹിന്ദുക്കൾ യുണൈറ്റഡ് ആകണ്ടേ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞത് മനസ്സിലാകാത്തവർക്കാണ് ആ ചോദ്യം വരിക. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് മതം പാടില്ല, അവർക്ക് ജാതി പാടില്ല, അവർക്ക് യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയവും പാടില്ല. അവർക്ക് ഈ ഒരു കാര്യം, അതായത് അവർ ചെയ്യുന്ന ജോലി ആ മേഖലകളിൽ ഇത് കാണിക്കാനേ പാടില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്, അവരവരുടെ വീടുകളിൽ കാണിക്കുക എന്നല്ലാതെ അവർ വർക്ക് ചെയ്യുന്ന മേഖലകളിൽ ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരൻ ഇരിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഒരിടത്തേക്ക് ഒരു കോൺഗ്രസ്സുകാരൻ ചെന്നാൽ അയാൾ എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വരും. അതാണ് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഷയം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ നല്ല കൗൺസിലിംഗ് കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇവരുടെ എത്തിക്സ് ഇല്ലായ്മയാണ് ഇതിനകത്തൂടെയൊക്കെ മനസ്സിലാകുന്നത്. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഇതിനൊക്കെ വേണ്ടിയിട്ടൊരു പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ്, സത്യപ്രതിജ്ഞയൊക്കെ ചൊല്ലിയിട്ടാണ് അങ്ങോട്ട് കയറ്റി വിടുന്നത്. പക്ഷേ ഇതൊക്കെ അവർക്ക് മറന്നു പോകുന്നു. ഒരു പുസ്തകം മാത്രമായി, ഭരണഘടനാ പുസ്തകം അങ്ങനെ ആയി നിൽക്കുകയാണ്. അതിനകത്ത് എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് അതിലേക്കാണ് നമ്മുടെ കൈ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് പ്രാർത്ഥന, പ്രയർ, സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറുന്നുള്ള ബോധം പോലും ഇല്ല. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ജനാധിപത്യം എന്താണെന്നും
അല്ലെങ്കിൽ ഭരണഘടന എന്താണെന്നും ഇതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ എടുത്തു കൊടുക്കുകയാണ്. പൊളിറ്റിക്കൽ സയൻസിനകത്ത് ഇതും കൂടെ കുറച്ചുകൂടെ കാര്യക്ഷമതയോടുകൂടി ഉൾപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് ഈ അധികാര കേന്ദ്രത്തിലേക്ക് പോകുന്നവന്മാർക്ക് ഒരു ക്ലാസ് തന്നെ എടുത്തു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ ലൈസൻസ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് പോലീസുകാർ നമ്മളെ 2 മണിക്കൂർ പിടിച്ചെത്തി അങ്ങ് പറച്ചിലാണ്. ഈ പറച്ചിൽ യവന്മാർക്ക് കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. ഇത് ഒരു ഇസ്ലാം വിഭാഗത്തിലുള്ള ഒരുത്തനാണ് ചെയ്തിരുന്നെങ്കിൽ ജിഹാദി എന്നും തീവ്രവാദി എന്നും മറ്റതെന്നും മറിച്ചതെന്നും പിന്നെ അയാളുടെ സ്വത്ത് കണ്ടു കെട്ടുക മാത്രമല്ല ഇനി ചെയ്യാവുന്ന അത്രയും അവനിട്ട് ചെയ്തിട്ടുണ്ടാകും. ഒരു കാരണവശാൽ അവന് ജീവിക്കാൻ പോലും അനുവദിക്കത്തില്ല. അവൻ്റെ അടുത്ത തലമുറയിലുള്ള ആളുകൾ അവർ നോട്ടീസ് ചെയ്ത് വയ്ക്കും. ഇതൊന്നുമില്ല, പക്ഷെ അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് വസ്തുത. അതിപ്പോൾ ആര് ചെയ്താലും അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ളതാണ്. സത്യത്തിൽ അവൻ അർഹനേ അല്ല. പക്ഷേ നമുക്കൊരു പ്രാവശ്യം കൂടെ അവനൊരു സ്പേസ് കൊടുക്കാം. ബിക്കോസ് അത് ഒരു പെട്ടെന്ന് ആർക്കും കിട്ടുന്ന ഒരു ഡിഗ്രി അല്ലല്ലോ. അത്യാവശ്യം എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ പൊസിഷനിലേക്കൊക്കെ ആളുകൾ എത്തുക. പിന്നെ ചില SI ആരും പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചില നേരത്ത് കാണിക്കുന്നതൊക്കെ കണ്ടാലുണ്ടല്ലോ സത്യം ചെരിപ്പൂരി കൊടുക്കാൻ തോന്നും. പിന്നെയും നമ്മൾ സംയമനം പാലിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊസിഷനിലേക്ക് അവരെത്താൻ അവരെത്ര എഫർട്ട് എടുത്തു എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് മാത്രമാണ്. പക്ഷെ അത് നമ്മളുടെ ന്യൂനതയായിട്ട് നമ്മളുടെ ഒരു മൈനസ് പോയിൻ്റായിട്ടും ചിന്തിക്കുന്നിടത്ത് ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് ശരിയെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്.